ശ്രീ പ്രശാന്ത്, ഒന്ന് ചീഞ്ഞളിഞ്ഞാൽ മറ്റൊന്നിന് വളമായി മാറും. നമ്മുടെ പിണറായി വിജയൻ നവകേരള സദസ്സ് അല്ലേ, ഒരു ബസ്സിൽ എല്ലാവരും കൂടെ 140 മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തി. ഇതിനെ പ്രതിഷേധിച്ചവർ ഒരുപാട് പേരുണ്ട്. പ്രതിഷേധിച്ചവരെ നേരിട്ടു പിണറായിയുടെ രക്ഷാപ്രവർത്തകർ. അങ്ങനെ രക്ഷാപ്രവർത്തകരുടെ അടിയും തൊഴിയും ഒക്കെ ഏറ്റ AD തോമസ്, അത് ശരിക്കും പറഞ്ഞാൽ അത് നവകേരള സദസ്സ് നടത്തിയത് തന്നെ AD തോമസിന് നന്നായില്ലേ? AD തോമസ് ശരിക്കും പറഞ്ഞാൽ ഈ പിണറായിയുടെ ഒരു 10 പടം പുള്ളിയുടെ വീട്ടിൽ വെക്കണം. അല്ലെ അയാൾ നമ്മൾ പറയത്തില്ലേ ഈ എൻ്റെ ഗുരുവാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ കാണേണ്ട ഒരു മനുഷ്യനാണ്. കാരണം AD തോമസ് ഇപ്പോൾ MLA ആണ്. ഏതാണ്ട് 30 വയസ്സ് മാത്രമാണ് അയാളുടെ പ്രായം. ഇയാൾ ആലപ്പുഴയിൽ ജയിച്ചത് ചിത്തരഞ്ജനെ തോപ്പിച്ച. ചിത്തരഞ്ജനെ പറ്റി സാറിന് അറിയാമല്ലോ. കാരണം ഒരിക്കലും AD തോമസ് എനിക്ക് ഒരുപക്ഷെ ഈ ചിത്തരഞ്ജനെ കാണുമ്പോഴേ അങ്ങ്, പക്ഷെ ഞാൻ ചിത്തരഞ്ജൻ ജയിക്കും എന്നുള്ള കണക്ക് കൂട്ടിയിരുന്ന ആളാണ്. ഞാൻ പറയാം, ചിത്തരഞ്ജനെ കാണുമ്പോഴേ AD തോമസ് മത്സരിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ സീറ്റ് കിട്ടിയാലേ മത്സരിച്ചേക്കാം എന്നുള്ള രീതിയായിരിക്കും. അപ്പം ഈ സീറ്റ് കിട്ടാൻ തന്നെ കാരണം, അപ്പം ഞാൻ ഈ സാറി പറഞ്ഞു വന്നതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞു വന്നതുപോലെ, പിണറായി വിജയന്റെ ഫോട്ടോ ഇയാൾ എടുത്ത് വീട്ടിൽ വെച്ച് ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം, പിണറായി വിജയൻ ഈ പറഞ്ഞ നവകേരള യാത്രയുമായിട്ട് ബസ്സിൽ വരുന്നു. ഈ ഗാന്ധിയൻ സിദ്ധാന്തം അനുസരിച്ചുള്ളതായി ഇപ്പോൾ ഉള്ള ഈ കരിങ്കൊടി കാണിക്കുന്നുള്ളവർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഗാന്ധിജി ഈ പറയുന്ന സമരമുറയ്ക്കകത്ത് ഒന്ന് സത്യാഗ്രഹ സമരമുറയുണ്ട്. പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പുള്ളി ഒന്നും കഴിക്കാതെ അവിടെ പോയെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? അല്ല, ആരോടും ഉപദ്രവമൊന്നുമില്ല. പുള്ളി ഭക്ഷണം കഴിക്കത്തില്ല, അവിടെ കിടന്ന് ഭക്ഷണം കഴിക്കാതെ സത്യാഗ്രഹം ഇരിക്കും. അതാണ് ഒരു സമരമുറ അദ്ദേഹത്തിന്. രണ്ടാമത്, പുള്ളിക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ പ്രതിഷേധമുള്ള ഇടത്ത് പുള്ളി എന്തെങ്കിലും ഒരു കറുത്ത തുണി കെട്ടിക്കൊണ്ട് അവിടെ ചെന്നിരിക്കും, അല്ലെങ്കിൽ കറുത്ത തുണി കാണിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പൊ പ്രതിഷേധം പിണറായി വിജയൻ ആലപ്പുഴയിൽ കൂടി വരുമ്പോഴും കേരളത്തിലുടനീളവും നവകേരള യാത്രയുമായിട്ട് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിനും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കും പ്രതിഷേധം ഉണ്ടെങ്കിൽ അവർ കരിങ്കൊടി കാണിക്കാം. ഇയാൾ വരുന്ന സമയത്ത് എവിടെയെങ്കിലും സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കുക, അത് പ്രതിഷേധം. അപ്പം ഈ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധം അത് എടുത്ത് വണ്ടിയുടെ മുമ്പ് ചാടുകയും, പിന്നെ രണ്ടാമത് പിണറായി വിജയന് ഈ കരിങ്കൊടി ആരെങ്കിലും കാണിച്ചാൽ, കറുത്ത ഉടുപ്പിട്ടാൽ, കറുത്ത മാസ്ക് വെച്ചാൽ, കറുത്ത കുട പിടിച്ചാൽ, കറുത്ത ആളുണ്ടായാൽ അവനെ എല്ലാം പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടെന്ന് അയാൾ ആഭ്യന്തരമന്ത്രി എന്നുള്ളൊരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഇടത്ത് ഈ കേരളത്തിലുടനീളം ഈ ജാഥയും കൊണ്ട് വരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്ന ഇടത്തെല്ലാം ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ പോലീസ് വളരെ കൃത്യമായിട്ട് അവരെ പിടിക്കുകയും മർദ്ദിക്കുകയും, അതിന്റെ കൂട്ടത്തിൽ DYFIക്കാരുടെ മർദ്ദനം ഏൽക്കുമ്പോൾ അപ്പോൾ ഈ പത്രക്കാർ ചോദിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളത്, അത് രക്ഷാപ്രവർത്തനമാണ്. കാരണം ഈ വണ്ടിയുടെ മുമ്പിലോട്ട് ചാടുമ്പോൾ അപകടം പറ്റാതിരിക്കുന്നതിന് വേണ്ടി അവരെ പിടിച്ചു മാറ്റുന്നതിന്റെ കൂട്ടത്തിൽ പോലീസ് ചെയ്യുന്ന കാര്യമാണെന്നുള്ള രീതിയിലാണ് അന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു. അപ്പൊ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കരിങ്കൊടി നമ്മളെ പിണറായി വിജയന്റെ ഭാഷയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ AD തോമസിനെ ആലപ്പുഴയിൽ വെച്ച് അടിച്ച് നശിപ്പിച്ച് അവിടുത്തെ ആശുപത്രി അനുസരിച്ച് വെച്ചാണ്. അതായത് 2 പോലീസുകാർ ഇവൻ കരിങ്കൊടി കാണിക്കാൻ നേരം 3 പേരെ ഉള്ളായിരുന്നു. കരിങ്കൊടി കാണിക്കാൻ നേരം ഇവനെ പിടിച്ചു മാറ്റി. കോൺഗ്രസിനായിട്ട് കൂടുതൽ ആളൊന്നും കാണത്തില്ല. ഈ 3 എണ്ണത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന കാര്യം തന്നെ പാടാ. എവിടെ നിന്നൊക്കെ തപ്പി എടുത്തുകൊണ്ട് ചാടി ഇവരെ പിടിച്ചപ്പോൾ സാധാരണ ലോക്കൽ പോലീസ് മാറ്റിയപ്പോൾ വണ്ടി കടന്നു പോയതിന് ശേഷം ഇദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള, അല്ലെങ്കിൽ VIP സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമാൻഡോസ് ടൈപ്പ് കുറേ ആൾക്കാർ നമ്മൾ കണ്ടില്ലേ. ഈ പ്രധാനമന്ത്രിയുടെ ആ സൈസൊന്നും അല്ല, എന്നാലും സാധാരണ ഉള്ളതിന് വ്യത്യസ്തം. അതുപോലെ തന്നെ ഉള്ള പോലീസുകാരിൽ ഇച്ചിരി കരുത്തുമൊക്കെ ഉള്ള കമാൻഡോ ടൈപ്പ് കൊണ്ടൊന്ന് ഇവരെ അടിച്ചു കൊല്ലുന്ന രീതിയിൽ ഉള്ള ഒരു പ്രകടനമൊക്കെ കാഴ്ചവെച്ച് ഇത് വലിയ വിവാദമായി, പ്രശ്നമായി. അന്ന് ഇവർ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു. ആ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് അന്ന് പിണറായി വിജയൻ ഇരുന്നത് കൊണ്ട് ഈ പറയുന്ന കംപ്ലൈൻറ്റ് ഏറ്റെടുക്കാതെയായി. അപ്പോൾ അത് കേസൊക്കെ ആയിട്ട് സാർ കണ്ടില്ലേ, അപ്പോൾ ജാമ്യമൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഈ അടിച്ച പോലീസ്. അപ്പോൾ ഇന്നലെ ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഈ കാര്യം നിയമസഭയിൽ ചർച്ച ചെയ്യും. സാർ കണ്ടു കാണും, നിയമസഭയിൽ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തിലുടനീളമുള്ള ഈ 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും പണ്ടാരമടങ്ങിപ്പോട്ടെന്നുള്ള പ്രാക്കുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ഈ അവസ്ഥ ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇതുപോലെ എന്നെ പോലെയുള്ള 100 കണക്കിന് സാധാരണ രീതിയിൽ സമരം ചെയ്ത, പ്രതിഷേധിച്ച ആൾക്കാരെ തല്ലിക്കൊല്ലുന്ന രീതിയിൽ, ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ ഒക്കാത്ത രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു സമീപനം, യാതൊരു ദയമില്ലാത്ത ഒരു സമീപനം, ഒരു ഭരണാധികാരിക്കോ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ ഒരു ജനാധിപത്യവാദിക്കോ വേണ്ടതായിട്ടുള്ള ഒരു കരുണയും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ അവസ്ഥ ഉണ്ടായത്.
ഞാനും അതിന്റെ പിന്നെ അയ്യപ്പ കോപവും അത് സാറ് കൂട്ടിച്ചേർന്ന് അയ്യപ്പ കോപം ഉണ്ടെന്ന് അവരും പറയുന്നില്ലേ? ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. കാരണം ഈ ശബരിമല പിന്നെ അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇല്ല. അത് ഇപ്പം മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും ദേവസ്വം ബോർഡിലെ ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനായ പോലും അവിടുന്ന് 5 പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിന് അത് സമാധാനം ഉണ്ടായിട്ടില്ല. അത് 1950 ശബരിമല തീവെപ്പ് പോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ ശബരിമലയെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഫലവും ഈ സംഭവത്തിന് ശേഷം പിണറായി വിജയന് ആ സംഭവത്തിന് ശേഷം പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വരുമോ? അധികാരത്തിൽ വന്നു, ആയിക്കൊള്ളട്ടെ. ഇതൊക്കെ ഭഗവാൻ അങ്ങനെയും ചെയ്യും. അറിയാമോ, ഈ കൃഷ്ണന് ചില ലീലാവിലാസങ്ങളുണ്ട്. നമ്മളെ ഇട്ടൊരു തരം കളിപ്പിക്കും. ഇങ്ങനെ വീണ്ടും തന്ന് നമ്മളെ വീണ്ടും ദുരിതത്തിലാഴ്ത്തും. 2021 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് 2021 മുതൽ 26 വരെ എന്തായിരുന്നു കാര്യം? പിണറായി വിജയനെ ഇട്ട് കുഴപ്പിച്ചില്ലേ? അത് മാത്രമല്ല, പണ്ട് ഞാൻ ഈ സാറി പറഞ്ഞതുകൊണ്ട് ചില സമയങ്ങളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് ഈ കൊടുങ്ങല്ലൂർ പദ്ധതിക്ക് വരുന്നത് തൂറിക്കെട്ടിക്കൊണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മാലിന്യം കൊണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. അന്നേരം കൊടുങ്ങല്ലൂർ പദ്ധതി വലിയ ശക്തിയുള്ളൂ, ഭയങ്കര പവർഫുള്ളാണ്. ചാരണ്ടി ചോദിച്ചത് അതിപ്പോ ഒക്കത്തില്ല, ഇപ്പൊ അവന്റെ സമയമാണ്, 6 മാസം കഴിഞ്ഞോട്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അതെ, അങ്ങനത്തെ ഒരു കഥയുണ്ട് എൻ്റെ ഒക്കെ പറയാം. എന്നുവെച്ചാൽ ഇതൊരു അപ്പം ആ സമയത്ത് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 6 മാസം കഴിഞ്ഞോട്ടെന്ന് ഭഗവതി പറഞ്ഞു. ചില സമയവും സമയദോഷവും ഉണ്ട്. ഈ ശിവൻ പണ്ട് 7:30 ശനി വന്നപ്പം കുറെ നാള് ഒരു മാക്രിയായിട്ടൊരു പുറത്ത് കയറിയിരുന്ന് വെള്ളം വന്നപ്പോ വാരത്തിനകത്ത് കയറിയെന്ന് അറിയാം. വെള്ളം അടഞ്ഞു, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുത്തി. അപ്പൊ ഈ 7:30 അത്രയും നാഴിക കൊണ്ട് ഇത്രയും കാലം അനുഭവിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം അതിനകത്ത് അനുഭവിച്ചെന്നാ പറയുന്നത്. ഭഗവാനായാലും അപ്പം സമയം എന്ന് വെച്ചാൽ 2 സൈഡിൽ കുത്തു വരുവാന്ന് വെച്ചാൽ ആലോചിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ നടത്തിയത് പാപപരിഹാരാർത്ഥം. ആ പാപപരിഹാരാർത്ഥം നടത്തി കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ അതിനകത്ത് ഒന്നുകൂടെ കൊടുത്തു. അവിടെ നിന്നാണല്ലോ പിന്നീട് ഇങ്ങോട്ട് ഈ അതിനുശേഷം അതിനൊന്ന് മൂർച്ഛിച്ചത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അയ്യപ്പ സംഗമത്തിൽ പോയ ഒരാളാണ്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അതാ പറഞ്ഞ അത് ജനങ്ങൾക്കിടയിലും ഒരുപക്ഷെ അയ്യപ്പന്റെ കൂടെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു. ഇല്ല സാറേ, അയ്യപ്പ സംഗമം അല്ല, ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത് നല്ലതാണ്. പക്ഷെ ഇങ്ങനെയല്ല നടത്തേണ്ടത്. അത് ഒരു തുറന്ന വേദിയിലങ്ങ് നടത്തണം. അവിടെ ആത്മീയ ആചാര്യന്മാർ വന്ന് സംസാരിക്കട്ടെ. പമ്പയുടെ മണൽത്തിട്ടയിൽ ഇത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയല്ലേ ശീതീകരിച്ച പന്തല്, ഭക്ഷണം കഴിക്കാനോ ശീതീകരിച്ച പന്തല്, അവിടെ മുടക്കിയ പണത്തിന് കണക്കും കഴിയില്ല. ഞാൻ അന്തം വിട്ടുപോയി അവിടെ ചെന്നപ്പോൾ. ഇതെന്താണെന്ന് അറിയാൻ തന്നെ ഞാൻ ഈ ആദ്യ സമയത്ത് വിചാരിച്ച അയ്യപ്പ സംഘം എന്ന് പറയുമ്പോൾ നല്ലതാണ്. ആത്മീയ ആചാര്യന്മാരൊക്കെ വന്ന് തീർത്ഥാടന കാലത്ത് എല്ലാം മാരാമൺ കൺവെൻഷൻ മാതിരി സംസാരിക്കുന്നു. ശരിക്കും അവിടെ ഒരു പന്തലിൻ്റെ പോലും ആവശ്യമില്ല. ഭക്തര് നമുക്കറിയാമല്ലോ ഒരുപാട് ക്ലേശിച്ചല്ലേ അവിടെ വരുന്നത്. അപ്പം അങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ. ഇതെന്തുമായിരുന്നു, ഇവിടുന്നൊക്കെ കുറേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിരുന്നു ആ പന്തലിനകത്തിരുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അതെ അതെ. അപ്പം അല്ല, അതിനുശേഷം ഈ പറഞ്ഞ പോലെ നാശം അതാര് പറഞ്ഞത് ശരിയായിരിക്കും. അയ്യപ്പനും ഈ ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും എന്ന് പറഞ്ഞാൽ പച്ചിലയും കത്രിയും പോലാന്ന് പറഞ്ഞത്. അന്നേരം അവിടെ കിട്ടുന്ന കൂലി ഭയങ്കരമാണെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കതിനകത്ത് ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന തോമസ്, അദ്ദേഹം ഇപ്പോൾ MLA ആണ്. ആലപ്പുഴയിൽ നിന്ന് ചിത്തരഞ്ജനെ തോപ്പിച്ചു വന്നതാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ പറയുന്നത് പോലെ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയാണ്, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വരഹിതമായ സമീപനമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഒന്ന് പ്രതിഷേധിക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർ ശ്രമിച്ചപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റിയ അല്ലെങ്കിൽ പ്രതിഷേധിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ എന്തോരും പിണറായിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചിട്ട് AD തോമസ് സഭയിലേക്ക് പ്രവേശിക്കേണ്ട. അത് നേരത്തെ ഇയാള് പിണറായി തൊഴുതാ കയറിയത് ആ സമയത്ത് അന്ന്. പക്ഷെ ഇപ്പൊ അയാള് അതിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇയാൾക്ക് കിട്ടിയേക്കുന്ന പ്രാക്കും ദോഷവും മറ്റു പലതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും എൻ്റെ അമ്മമാരുടെ കൂട്ടുള്ള അമ്മമാരുടെയും പ്രാക്കുണ്ട് പുള്ളിക്ക്, അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു വലിയ ചർച്ച ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു കന്നിപ്രസംഗം തന്നെയായിരുന്നു ഒരുപക്ഷെ ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഈ പറയുന്ന തോമസ് നടത്തിയിരിക്കുന്നത്. അത് വലിയ ചർച്ചയാണ്, വലിയ കാര്യമാണ്. അതിനകത്തുനിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പിണറായി വിജയൻ പഠിക്കട്ടെ. ഇനി പഠിക്കാൻ സമയമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതെ, അല്ലെ, പഠിച്ച അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കും. അതെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.